കുറച്ച് സവാളയും തക്കാളിയൊക്കെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ഫിഷ് ബിരിയാണിയാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പം ഈ പ്രോസസ്സ് ഒന്ന് ഫാസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാലോ. പിന്നെ തക്കാളിയൊക്കെ ചേർത്ത് ഇതൊന്ന് പെട്ടെന്ന് വെന്തിട്ട് നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്യാദി കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സൈഡിൽ നമ്മൾ കുറച്ച് പഴം കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ആദ്യം കറായി വറുത്തുണ്ടാക്കിയാലോ എന്നൊരാലോചന ഉണ്ടായി. പിന്നെ തോന്നി നടക്കണ കേസല്ല എന്ന്, കാരണം പഴം കുറച്ചധികം പഴുത്തു പോയിരുന്നു. അപ്പോൾ ഇതാ അതിൻ്റെ സൈഡിൽ നമ്മുടെ ഫിഷ് ബിരിയാണിയിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് പാകത്തിന് ഉപ്പാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് നമ്മുടെ ബിരിയാണിക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ സീക്രട്ട് എടുക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഗരം മസാലയിലാണ് കേട്ടോ. അത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത സ്പെഷ്യൽ പൊടി കേട്ടോ. ആ ഒരു പൊടി അങ്ങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് ബിരിയാണിക്കും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ മീൻ ഞാൻ സൈഡിൽ ഫ്രൈ ചെയ്ത കാര്യം നിങ്ങളോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം നിങ്ങളോട് പറയാൻ പറ്റുമോ? അപ്പോൾ സൈഡിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഫിഷിനെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്നൊന്നൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ബാച്ച് പഴം ഫ്രൈയും കൂടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ബാസ്മതി റൈസ് ആട്ടോ. കാരണം കൈമ റൈസ് നമ്മുടെ കയ്യിലില്ലായിരുന്നു. ഈ കൈമ റൈസ് ഉപയോഗിച്ചാൽ ബിരിയാണി പൊളിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. പക്ഷേ ഈ ഒരു റൈസ് ഉപയോഗിച്ചാലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗരം മസാലയുടെ പൊടിയും പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് പൊടിക്കൈകളും എല്ലാം കൂടെ ചേർന്ന് ഈ ബിരിയാണിയും പൊളിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ കുറച്ച് പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. നമ്മൾ ചായക്കൊക്കെ ഉപയോഗിക്കുന്ന പാല്. നമ്മൾ കുറച്ച് പോപ്കോണും കൂടെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതേ ദിവസം ഇതിൻ്റെ കൂടെ തൊട്ടടുത്തുള്ള അടുപ്പിൽ വെച്ചിട്ട്. ഇപ്പോഴൊന്നും പറ്റിയില്ലെങ്കിലും പറ്റാവുന്ന സമയത്തൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചോണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് പുറത്തുനിന്ന് വാങ്ങി അതും ഇതുമല്ല കഴിക്കണം എന്നുള്ളൊരു സമാധാനമെങ്കിലും നമുക്ക് ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ കടലിൽ കായം കലകിയ പോലെ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ എപ്പോൾ തീർന്നു വെച്ചാൽ മതി. എന്തായാലും വേണ്ടില്ല, നമുക്ക് നമ്മളെ ബിരിയാണി ദമ്മിടാനുള്ള സമയമുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മുടെ മസാല ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ റൈസ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറയണം, എല്ലാവരുടെ വീഡിയോയും കിടക്കല്ലേ ഫ്രീ ആയിട്ട് യൂട്യൂബ് സ്കൂളിൽ. എന്നാൽ അപ്പോൾ അതിൻ്റെ കൂടെ അതും കൂടെ ആവട്ടെ. ഇത്ര ഇഷ്ടമാക്കിയതല്ലേ, എനിക്കൊരു പപ്പടത്തിൻ്റെ കുറവ് വേണ്ട.